1.5 കോടി രൂപയിലധികം സ്വർണം നഷ്ടപ്പെട്ട കമ്മത്ത് ലൈൻ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം പ്രകടിപ്പിച്ച കമ്മത്ത് ലൈൻ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചവരെ കടകളടച്ച് ഹർത്താൽ ആചരിച്ചു. കമ്മത്ത് ലൈനിലെ കളവ് കേസുമായി ഇന്ന് ഉച്ചവരെ കമ്മത്ത് ലൈനിലെ മുഴുവൻ കടകളും അടച്ച് ഹർത്താൽ ആചരിക്കുകയാണ്. പോലീസിന്റെ ഊർജിതമായ അന്വേഷണം ഉടനടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ പ്രതിഷേധ പ്രകടനം, ഈ ഒരു പ്രതിഷേധം കൊണ്ട് പോലീസിന്റെ കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലും അതുപോലെ കേരളത്തിലൊട്ടുക്കും ജ്വല്ലറി മേഖല സ്തംഭിച്ചുകൊണ്ട് സമരത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങും. ഞങ്ങളെ ആ സമരപാതയിലേക്ക് ഇറക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സമരം വീണ്ടും ഞങ്ങൾ ഈ സമരം ഇതിലും ശക്തമായ രീതിയിൽ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വരും എന്ന് അറിയിക്കുന്നു. കഴിഞ്ഞ മാസം ജൂലൈ 27-നാണ് കമ്മത്ത് ലൈനിലെ നാഷണൽ ജ്വല്ലറി നടത്തിപ്പുകാരൻ സഫർനാസ് തൊട്ടടുത്ത 11 കടകളിൽ നിന്നായി 1.5 കോടി രൂപയിലധികം വിലയുള്ള സ്വർണ്ണാഭരണങ്ങൾ കസ്റ്റമറെ കാണിക്കാനെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൈവശപ്പെടുത്തി കടന്നുകളഞ്ഞത്. നിശ്ചിത സമയം കഴിഞ്ഞിട്ടും ആഭരണങ്ങൾ തിരികെ ഏൽപ്പിക്കാതെ വന്നപ്പോൾ ആഭരണങ്ങൾ നൽകിയ കടക്കാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇയാൾ ആഭരണങ്ങളുമായി കടന്നുകളഞ്ഞെന്ന് മനസ്സിലായത്. കോഴിക്കോട്ടെ പ്രധാന സ്വർണ്ണാഭരണ വിപണിയായ കമ്മത്ത് ലൈൻ മേലേപ്പാളയം ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 26 ദിവസമായിട്ട് ഞങ്ങളെവിടെ നിന്നും ഞങ്ങളെ ചതിച്ചും വഞ്ചിച്ചും കൊണ്ടുപോയ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു കണ്ടെത്താൻ പോലീസിന്റെ ഭാഗത്ത് നിയമപരമായ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ 26 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ പോലീസിന്റെ അനാസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങളിവിടെ കടകൾ അടച്ചിട്ട് ഹർത്താൽ ആചരിക്കുന്നത്. ഒരു പരിഹാരം ഉടനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി കേരളത്തിലെ 12,000-ഓളം വരുന്ന ജ്വല്ലറികൾ അടച്ചിട്ടുകൊണ്ട് തന്നെ ജ്വല്ലറികളുടെ പ്രതിഷേധം നിങ്ങൾ കാണേണ്ടി വരുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കുറ്റകൃത്യം നടത്തിയത് സാധാരണക്കാരനായ ഒരാളായിട്ട് പോലും പോലീസ് സംവിധാനത്തിന് ഇയാളെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെയുള്ള പോലീസ് സംവിധാനത്തിൽ എങ്ങനെ വിശ്വാസം അർപ്പിക്കുമെന്നും ദിവസങ്ങൾ കഴിയുന്തോറും തെളിവുകൾ നശിപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയാണ് പ്രതിക്കെന്നും കേരളത്തിലെ 12,000-ലധികം വരുന്ന സ്വർണ്ണ വ്യാപാരികൾ വിഷയത്തിൽ ആശങ്കയിലാണെന്നും അതുകൊണ്ട് നിലവിലെ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലാത്തതുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലോ SIT പോലുള്ള അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലോ കേസ് അന്വേഷിച്ച് പ്രതിയെ ഉടനെ പിടികൂടണമെന്നും കമ്മത്ത് ലൈൻ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം.